ഹലോ, നമസ്കാരം. ഇത് ഒരു ഏകാദശി വ്ലോഗാണ്. ഈ കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഏകാദശി വ്രതം എടുക്കാൻ ഞാൻ സാധാരണ ചെയ്യുന്നത് ദശമി ദിവസം, അതായത് ഏകാദശിക്ക് മുന്നേ വരുന്ന ദിവസം സന്ധ്യയ്ക്ക് മുന്നേ തന്നെ തുളസിയൊക്കെ പറിച്ചു വെക്കും. ഏകാദശി ദിവസം രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് നാമങ്ങളൊക്കെ ജപിക്കും. അതിനുശേഷം തുളസി തീർത്ഥം കഴിച്ച് വ്രതം ആരംഭിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് ഭഗവാനെ നേദിച്ച ഫ്രൂട്ട്സും പാലും ഒക്കെ കഴിക്കാവുന്നതാണ്. അത് വെച്ചൊരു സ്മൂതി ആണെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ അന്നേ ദിവസം സാധാരണ നമ്മുടെ അരിയാഹാരങ്ങളും അതൊന്നും കഴിക്കാറില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആരോഗ്യത്തിന് ദോഷം വരാത്ത രീതിയിൽ നിർജ്ജലമായിട്ടെടുക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു വേണമെങ്കിലും ഏകാദശി നോക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇളനീര് കഴിക്കും വൈകുന്നേരം. പിന്നെ അന്ന് വേറൊന്നും കഴിക്കില്ല. അത്യാവശ്യം വെള്ളമൊക്കെ കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ദ്വാദശി ദിവസം നെക്സ്റ്റ് ഡേ, അത് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് തുളസി തീർത്ഥം കഴിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ ഏകാദശി നോക്കാറുള്ളത്. എല്ലാ മാസവും വരുന്ന 2 ഏകാദശി, അതായത് ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും വരുന്ന ഏകാദശി ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഏകാദശിക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.